പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന വിധമാണ്. ലോകത്തിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരും. ലോകത്തിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരും. ഇങ്ങനെ ഇത് കൃത്യം ഓർക്കണം. വെറുതെ ഇങ്ങനെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുമെന്നോ നിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുമെന്നോ ഒന്നുമല്ല. ലോകത്തിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരും. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ആദ്യം വചനം നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ 16 അധ്യായം 7-8. യോഹന്നാൻ 16 അധ്യായം 7-8. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. എന്നിട്ട് പറയാം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇനി പറയുകയാണ്, അവൻ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. എന്താണെന്ന് ഈ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നല്ല ബോധ്യമുണ്ട്. ഈ തീയിൽ ഞാൻ വിരൽ തൊട്ടാൽ പൊള്ളുമെന്ന് ഉത്തമ ബോധ്യമുണ്ട് അല്ലേ? എന്നിട്ടും തൊട്ടാലോ പൊള്ളും. അമിതമായി മദ്യപിച്ചാൽ അത് ശരീരത്തെ തകർത്ത് കളയുമെന്ന് ബോധ്യമുണ്ട്. എന്നിട്ടും മദ്യപിച്ചാലോ അത് തന്നെ സംഭവിക്കും. ചിലവരിങ്ങനെ മദ്യപിച്ച് അമിതമായി കഴിഞ്ഞ് സിറോസ് തുടങ്ങിയിട്ടും ഡോക്ടേഴ്സ് പറയും ഇനി കുടിക്കരുത്, ഇനിയും കുടിച്ചാൽ അത് വലിയ വിപത്താണ്, ബോധ്യപ്പെടുത്തി കൊടുക്കുക. പക്ഷെ വീണ്ടും പോയി കുടിക്കുന്നു. അതവിടെ ലിവർ വർക്കാകാതെ അത് ഔട്ട് ഓഫ് ഓർഡർ ആകുന്നു, ചത്തുപോകുന്നു. ബോധ്യപ്പെടുത്തി തരും നമ്മളെ, പക്ഷേ ബാക്കി നമ്മൾ ചെയ്യണമെന്ന്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. ആ കാര്യം നമുക്ക് ബോധ്യവുമുണ്ട്. തെറ്റായ വിധത്തിൽ മോശമായ വിധത്തിൽ വണ്ടി ഓടിക്കരുതെന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. റോങ് സൈഡിലൂടെ വണ്ടി ഓടിക്കരുതെന്ന് നല്ല ബോധ്യമുണ്ട്. അതാണ് വെറുതെ പറഞ്ഞു തരികയല്ല, ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ടും അങ്ങനെ ചെയ്താൽ ചെന്ന് അപകടത്തിൽ വീഴും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നത്. നല്ല ബോധ്യം തരും, പിന്നെ നമ്മളത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വെറുതെ ഇങ്ങനെയൊന്നും ചെയ്താൽ ഇത് പാവട്ടോ അങ്ങനെയല്ല, ഇതേ ബോധ്യപ്പെടുത്തി തരികയാണ്, ഉറപ്പ് തരികയാണ്. പക്ഷേ എന്നിട്ടും ആ പാപത്തിൽ വീണാൽ അത് നാശത്തിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ചിലവർക്കൊക്കെ ഇങ്ങനെ ഈ ബോധ്യം ഉണ്ടായിട്ടും ചില കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാതെ വരുമ്പോൾ വലിയ തകർച്ചകളുണ്ടാകുന്നു? ചിലവർക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്, ചില പാപം ചെയ്താൽ എയ്ഡ്സ് വരുമെന്ന്. എന്നാലും അങ്ങനെയുള്ള പാപത്തിൽ ചെന്ന് വീഴുന്നു. ബോധ്യമുണ്ട്, എന്നാലും ചെയ്യുന്നു. അങ്ങനെ ഈ മാരകമായ രോഗം വന്ന് പിടിപെടുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത് ലോകത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, പിന്നെ നമ്മളത് ബോധത്തോടെ ജീവിക്കണമെന്ന്. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ്. അപ്പോൾ ഒന്ന് പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ എന്നതാ? പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരും, നല്ല ബോധ്യങ്ങൾ തരും. ഇനി 3, നമ്മളിൽ വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും, വസിക്കും. ഈ 2 കാര്യം ഓർത്തോ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും, എന്നിട്ട് വസിക്കും, ഇറങ്ങിപ്പോവില്ല എന്ന്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കും. ആദ്യം ആ വചനം വായിക്കാം. 1 കൊറിന്ത്യൻസ് 3 അധ്യായം 16-17. 1 കൊറിന്ത്യൻസ് 3 അധ്യായം 16-17 വചനം.
നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നു, വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയം നമ്മളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു വസിക്കും. ഇനി വസിക്കുമ്പോഴോ അത് നിറയും. നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി കിടക്കുമ്പം വീട് നിറഞ്ഞാണോ മുറി നിറഞ്ഞാണോ കിടക്കുന്നത്? അല്ല. കട്ടിൽ, ഇനി വലിയ മനുഷ്യരാണെങ്കിൽ കട്ടിൽ നിറയും, അത്രയേ ഉള്ളൂ. വീട് നിറയില്ല. ഒരു മുറിയിൽ കിടന്ന എല്ലാ മുറിയിലും നമ്മൾ നിറയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പം നമ്മളിത് ഈ മുറി, ഇവിടെ ഈ ചാപ്പലിൽ കാണുന്ന പ്രകാശം പോലെയാണ്. ഒരു തിരിയങ്ങ് കത്തിച്ചാൽ, ഒരു ലൈറ്റ് തെളിച്ചാൽ ഈ മുറി മുഴുവനും നിറയുന്നു എന്ന പോലെയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ മുഴുവനും ആത്മാവിനാൽ നിറയുന്നു. നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയും. അതാണ് പ്രത്യേകത. അതിന് ഞാൻ ആ 2 ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുന്നത്. കട്ടിലിൽ ഒരാൾ കിടക്കുമ്പോൾ ആ മുറി മുഴുവനും നിറയുന്നില്ല. പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മളിൽ നിറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദീപം തെളിക്കുമ്പം ആ പരിസരം മുഴുവൻ നിറയുന്നു. ഈ ചാപ്പൽ മുഴുവൻ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ നിറയും. അപ്പോൾ ഉള്ള ഗുണം എന്നതാണ്? നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, ശ്വാസോച്ഛ്വാസത്തിലൂടെ, സംസാരത്തിൽ, ജീവിതത്തിലൂടെ മുഴുവനും ഈ ആത്മാവിൻ്റെ പ്രകാശം അങ്ങോട്ട് പുറത്തേക്ക് ഒഴുകണം. അതാണ് നിറയുക എന്ന് പറഞ്ഞാൽ. ഈ ഗ്ലാസ് അങ്ങോട്ട് നിറഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിച്ചാൽ കവിഞ്ഞൊഴുകും. നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപ അഭിഷേകമായിരിക്കും പുറത്തു വരുന്നത്. നമ്മൾ ഈ കൈകൊണ്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തിയായിരിക്കും വരുന്നത്. നമ്മൾ കാണുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തോടെ നിറവോടെ ആയിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്നതോ ആരെക്കുറിച്ചും മോശമായിട്ടോ തിന്മയോ ചിന്തിക്കില്ല. ആത്മാവ് നിറഞ്ഞാൽ അതനുസരിച്ചാണ് ചിന്തിക്കുക. വലതുകരം ഉയർത്തി ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്ന് നിറയുന്നു, വസിക്കുന്നു. അപ്പോൾ 3 കാര്യമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമതായിട്ട് ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നു. മൂന്നാമതായിട്ട് നമ്മളിൽ നിറയുന്നു, അവിടെ വസിക്കുന്നു. ഇനി 4, പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ നമ്മളിൽ പ്രവർത്തിക്കുന്ന വിധം. 4, പരിശുദ്ധാത്മാവ് വെളിപാടുകളുടെയും ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാണ്. എന്നിട്ട് വെളിപാടുകൾ തരും, ജ്ഞാനം നൽകും, നല്ല ശക്തി തരും. പരിശുദ്ധാത്മാവ് വെളിപാടുകളുടെയും ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാണ്. ഈ 1 കൊറിന്ത്യൻസ് 2-ാം അധ്യായം 10-12, 1 കൊറിന്ത്യൻസ് 2-ാം അധ്യായം 10-12 വചനങ്ങൾ അതെങ്ങനെയാണ്? എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുക. അത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്യുന്നതെന്നാ? വെളിപാടുകൾ, ജ്ഞാനം, ശക്തി. ഇത് 3
നമുക്ക് തന്ന, നമ്മളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പൗലോസ്ലീഹായ്ക്ക് വെളിപാടുകളുടെ ആധിക്യത്താൽ പൗലോസ്ലീഹ അങ്ങോട്ട് വലഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാണ് പ്രത്യേകത പ്രിയപ്പെട്ടവരെ. നമ്മളപ്പോൾ ആത്മാവിനായി എന്നും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ, ഇപ്പം രാവിലെയൊക്കെ ഒരാളെ കണ്ടാൽ നമ്മൾ എന്നാ പറയുന്നത്? ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയൂല്ലേ? ഗുഡ് മോർണിംഗ് എന്ന പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണെന്ന് നമുക്ക് അറിയാം. അതുപോലെ വ്യക്തിയാണ്, ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആൾ. അപ്പോൾ വ്യക്തിയാണ്, ശക്തിയാണ്. അതുകൊണ്ട് വ്യക്തികളോടാണ്, ആളുകളോടാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ പറയണം ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ചേച്ചി, ചിലവരുണ്ടേ, ഈ മലയാളികൾക്കൊരു വാശിയുണ്ട്, ഇല്ല ഞാൻ ഇംഗ്ലീഷ് പറയില്ല എന്ന് നിർബന്ധമുണ്ട്. പരിശുദ്ധാത്മാവിന് ഏത് ഭാഷയായാലും അറിയാം, എന്നാലും അങ്ങനെ ഇംഗ്ലീഷ് പറയില്ല എന്ന് നിർബന്ധമാണെങ്കിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞു. എങ്ങനെയാണ്? പ്രഭാതവന്ദനം പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് ആകപ്പാടെ കോൾമയർ കൊള്ളും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. പ്രഭാതവന്ദനം പരിശുദ്ധാത്മാവേ. എങ്ങനെ പറഞ്ഞാലും വിരോധമില്ല, ഏത് ഭാഷയായാലും വിരോധമില്ല. നമ്മൾ മുന്നിൽ ഒരു വ്യക്തി നിൽക്കുന്നു, ഒരാൾ നിൽക്കുന്നു എന്ന ബോധ്യത്തോടെ നമ്മൾ പറയണം എന്നുള്ളതാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന്. അതെപ്പോൾ എന്താ ഗുണം? അങ്ങനെ എൻ്റെ തൊട്ടടുത്തൊരാളുണ്ടെന്നുള്ള ഒരു അവബോധം, ഒരു തോന്നലും നമ്മൾക്ക് വന്നാൽ എന്തോരം നല്ല ധൈര്യമാണ് കിട്ടുന്നത്. ഇതേ ഞാൻ എന്നെ സഹായിക്കാനും, എന്നെ ഓർമ്മിപ്പിക്കാനും, എന്നെ പഠിപ്പിക്കാനും, പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഇതേ ഒരാൾ തൊട്ടടുത്തുണ്ടെന്ന നല്ല അവബോധം വരുമ്പം എന്തോരു സന്തോഷവും ധൈര്യവുമാണ്. അങ്ങനെയാകുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെയുള്ള ആരും പറയില്ല ഞാൻ ഒറ്റയ്ക്കായി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്കാരുമില്ല. ഉണ്ട്, നമ്മുടെ കൂടെ ഈ പരിശുദ്ധാത്മാവുണ്ട്. അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വെളിപാടുകളുടെയും ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തിയാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനത്തിൽ നേരത്തെ വായിച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതെന്നെ അങ്ങനെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് എഫേസോസ് 1-ാം അധ്യായം 17-20, എഫേസോസ് 1-ാം അധ്യായം 17-20, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പം ജ്ഞാനത്തിൻ്റെ, വെളിപാടിൻ്റെ ഒക്കെ ആത്മാവിനെ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവ് വെളിപാടുകളുടെ, ജ്ഞാനത്തിൻ്റെ, ശക്തിയുടെ ഉറവിടമാണ്. വളരെ ഉയർത്തി നല്ല ഉറക്കെ സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇത് നമുക്ക് അത്രമാത്രം ബോധ്യം വേണം. അതുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി നമ്മുടെ കൂടെയുണ്ട്. അത് പരിശുദ്ധാത്മാവ് അപ്പോൾ ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കും, ഓർമ്മപ്പെടുത്തും. രണ്ടാമതായി പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. മൂന്നാമതായി നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും, വസിക്കും. നാലാമതായി നമ്മൾ മനസ്സിലാക്കിയതാണ് വെളിപാടുകൾ, ജ്ഞാനം. ഇതും തന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. ഇനി അഞ്ചാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ പ്രവർത്തിക്കുന്ന അഞ്ചാമത്തെ വഴി ഇതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ സത്യങ്ങളിലേക്കും നയിക്കുന്നു, വരാനിരിക്കുന്ന സത്യങ്ങളിലേക്ക് നയിക്കും. ഇപ്പം നിലവിലുള്ള സത്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന സത്യങ്ങളിലേക്കും നമ്മളെ നയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-15 വചനം. യോഹന്നാൻ 16:13-15.
സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. അതായത് അതുകൊണ്ടാണ് ചിലവരൊക്കെ പറയല്ലേ, ഇത് ഇന്ന കാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ, ഇത് ഇന്ന ദിവസങ്ങളിൽ ജോലി കിട്ടും, ഇന്ന രാജ്യത്തോട്ട് ജോലി തേടി പൊക്കോ, ഉറപ്പായിട്ടും അവിടെ ജോലി ഒരുക്കി വെച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത ദമ്പതികളോട് ചിലപ്പോൾ പറയല്ലേ, പേടിക്കാനൊന്നുമില്ല, അടുത്ത വർഷം ഈ സമയത്തേനും മക്കളുണ്ടാകും. എന്തുകൊണ്ടാണ് ചിലവർ അങ്ങനെ പറയുന്നത്? ആത്മാവ് അങ്ങോട്ട് പ്രേരിപ്പിക്കുകയാണ്, വരാനിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം അത് പിന്നെ നിറവേറാതിരിക്കാൻ പറ്റില്ല, അതങ്ങനെ തന്നെ സംഭവിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് എല്ലാ സത്യങ്ങളിലേക്കും നയിക്കും, വരാനിരിക്കുന്ന സത്യങ്ങളിലേക്കും നയിക്കും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളിത് കൃത്യമായിട്ടും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായ വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് നമ്മൾ ഈ വചനഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കണം, ബോധ്യപ്പെടണം. അപ്പോൾ ഇത് ഒരാളിലല്ല, നമ്മളിൽ എല്ലാവരിലും ഈ യാഥാർത്ഥ്യം സംഭവിക്കും, ഈ സത്യം സംഭവിക്കും. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി തരും എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മക്കളെക്കുറിച്ചായാലും മാതാപിതാക്കളെക്കുറിച്ചായാലും വീടിനെക്കുറിച്ചായാലും കൃത്യമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആറാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആറാമത്തെ കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് ആത്മീയ സമ്മാനങ്ങൾ നൽകുന്നു. എന്ത് സമ്മാനമാണ്? ആത്മീയ സമ്മാനങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. പരിശുദ്ധാത്മാവ് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒരു ബസ് കൊണ്ടുവന്ന് വന്നു, ഇനി തൊട്ട് ഇതിൽ യാത്ര ചെയ്തു. അത് ആത്മീയ സമ്മാനങ്ങളല്ല. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിക്ക് ആത്മീയ സമ്മാനങ്ങൾ നൽകും. ഇത് ആദ്യം നമുക്ക് ഇത് എല്ലാം എന്നപോലെ വചനം നോക്കാം. 1 Corinthians chapter 12 7-11 വേഴ്സസ്. കൊറിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12 അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അതാണ് പരിശുദ്ധാത്മാവ് ആത്മീയ സമ്മാനങ്ങൾ തരുമെന്ന് പറയുന്നത്. ഇതാ 7-ാം വചനം എങ്ങനെയാണ്? ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. അതാണ് പരിശുദ്ധാത്മാവ് ആത്മീയമായ സമ്മാനങ്ങൾ തരുമെന്ന് പറയുന്നത്. ആ സമ്മാനമാണ് വിവേകത്തിൻ്റെ ആത്മാവിനെ നൽകുന്നു, ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നൽകുന്നു, വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനിക്കാനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. എത്ര മനോഹരമായിട്ടും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിലാണ് പൗലോസ്ലീഹ ആത്മാവ് തരുന്ന ആത്മീയ സമ്മാനങ്ങളെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തുമാത്രം! അതുകൊണ്ടല്ലേ സൗഖ്യത്തിൻ്റെ, പ്രവചനങ്ങളുടെ, പ്രഘോഷണത്തിൻ്റെ ഒത്തിരിയേറെ സമ്മാനങ്ങൾ. ഇനി ഞാനത് ആവർത്തിച്ച് വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വീട്ടിൽ ഇരുന്നേ ഇങ്ങനെ മനസ്സിരുത്തി അങ്ങ് വായിച്ചു. ആത്മാവ്
ഓരോ വ്യക്തികളിലും നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന വിധമാണ്. 1 Corinthians chapter 12 verses 7-11. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 12 അധ്യായം 7 മുതൽ 11 വരെ. ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നോ, എത്ര മനോഹരവും ഹൃദ്യവുമായ വിധത്തിലാണ് നമ്മൾ ചില വീടുകളിൽ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുന്ന വിധത്തിലാണ്. ഒരു കൊച്ചിന് ഇങ്ങനെ ഈ ഭക്ഷണ മേശയിലോട്ട് ചെല്ലുമ്പോൾ മക്കളോടൊക്കെ നല്ല സ്നേഹമുള്ള അമ്മമാർ, ഒരു കൊച്ചിന് ബീഫായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ബീഫ് കൊണ്ട് ബീഫ് കറി, ബീഫ് ഒലത്തിയത്, ബീഫ് വറുത്തത്, ബീഫ് ഉപ്പേരി, ബീഫ് അച്ചാർ, അത്ര മതിയില്ലേ? ഇതിൽ കൂടുതൽ വേണ്ട. ഒരു കൊച്ചിന് ചിക്കനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ 65, ചിക്കൻ ടിക്ക, ചിക്കൻ ടിക്ക്, അതെന്നാന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതുള്ളൂ. അങ്ങനെ ഒരു 100 വിധത്തിലുള്ള അത്. അപ്പോൾ അങ്ങനെ പലതും. അപ്പോൾ ചെല്ലുമ്പോഴോ മക്കൾ നോക്കുമ്പോൾ ഇത് ഓരോ, അപ്പോൾ ചോദിക്കും ഇത്രയും ഏത് ഹോട്ടലിൽ നിന്നാണ് കൊണ്ടുവന്നേ? ഇതൊക്കെ ഞാനുണ്ടാക്കിയതാണ്. ഒരൊറ്റ അമ്മയുണ്ടാക്കുന്നതാണ് മക്കളുടെ ഇഷ്ടമനുസരിച്ച്. പരിശുദ്ധാത്മാവ് ഇതേ കൊടുക്കുന്നു. ജ്ഞാനത്തിൻ്റെ വചനം, വിവേകത്തിൻ്റെ വചനം, വിശ്വാസത്തിൻ്റെ വചനം, രോഗശാന്തിക്കുള്ള വരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി, പ്രവചിക്കാനുള്ള വരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ്, വേറൊരുവനെ വ്യാഖ്യാനിക്കാനുള്ള വരം അതേ ആത്മാവ് തന്നെ നൽകുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ആത്മീയമായ വരങ്ങൾ നൽകുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ചില വൈദികർ വചനം എത്ര മനോഹരമായി വ്യാഖ്യാനിക്കുന്നു. ചിലർ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നൽകാനുള്ള കൃപയുള്ളവർ. അങ്ങനെ ഒത്തിരിയേറെ കൃപകൾ. ഇതാ പരിശുദ്ധാത്മാവ് വ്യക്തികൾക്ക് നൽകുന്ന ആത്മീയ സമ്മാനങ്ങളാണ്.